ആന്റി ഒരു മിനിറ്റ്. ചാരു ഒന്ന് വന്നേ. എടി, എന്റെ കയ്യില് മൈലാഞ്ചി വെച്ച് പേര് ഡിസൈൻ ചെയ്യാൻ നിനക്ക് കഴിഞ്ഞു. പക്ഷെ ആ പേരിനെ എന്റെ ഹൃദയത്തിലേക്ക് കയറ്റാൻ പറ്റില്ലല്ലോ. അതെനിക്കറിയാലോ ശ്രേയ. കല്യാണത്തിന്റെ പേരില് നിന്റെ മനസ്സിലെ ഉദ്ദേശം വേറെയല്ലേ? നിന്നെ കുറെ ഉപദ്രവിച്ചിട്ടും അരവിന്ദനോട് നിനക്ക് ദേഷ്യവും വെറുപ്പൊന്നും ഇല്ലെന്ന് എനിക്കറിയാം. എനിക്കാണെങ്കി അവനെ കണ്ണെടുത്ത കണ്ടൂടാ. ആ പിന്നെ ഒരു കാര്യം, ഇപ്പൊ മുതല് നീ എന്റെ കൂടെ ഉണ്ടാവണം. ഒരു ഫ്രണ്ടിനെ പോലെയോ അല്ലെങ്കിൽ ഈ വീട്ടിലെ ഒരു അംഗം എന്ന നിലയിലോ. എങ്ങനെയായാലും എനിക്കൊരു കുഴപ്പമില്ല. കയ്യും കെട്ടി മാറി നിന്ന് ഒരു കാഴ്ചക്കാരിയാവാനാണ് ഉദ്ദേശമെങ്കിൽ നീ അനുഭവിക്കും. എന്ന് വെച്ചാ നീ സ്നേഹിക്കുന്നവൻ അനുഭവിക്കും. ബാലമാമനോ അക്കുച്ചേട്ടനോ. അരവിന്ദൻ ഉണ്ടായത് എന്താണെന്നറിയാലോ നിനക്ക്? അത് ഇവർക്ക് വരാതെ സൂക്ഷിച്ചോ. ഇതൊരു ഭീഷണിയായിട്ടോ ആപത്തുകൾ സംഭവിക്കുന്നതിന് മുമ്പുള്ള ഉപദേശമായിട്ടോ കരുതാം. അത് നിന്റെ ഇഷ്ടം. എന്താ കൗതി അവള് പറഞ്ഞത്? ചടങ്ങിന് കൂടെ ഉണ്ടാവണമെന്ന്. കൂടെ ഭീഷണി ഉണ്ടാവുമല്ലോ. അത് പിന്നെ പതിവല്ലേ. എന്തായാലും നീ ഒന്നിനും പോണ്ട. നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഫംഗ്ഷൻ അല്ലേ, മാറി നിൽക്കുന്നത് ശരിയല്ലല്ലോ. ഹേമേ, തുടങ്ങിക്കോ. ശ്രേയമോൾക്കിപ്പം എന്നേക്കാൾ സ്നേഹവും അധികാരവും അവകാശവും ഒക്കെ ഹേമയ്ക്കല്ലേ? പെൺമക്കളായിട്ട് ദൈവം എനിക്ക് രണ്ടുപേരെ തന്നു. ഇപ്പത്തെ മൂന്നാമതൊരാളും കൂടി. ശ്രേയ എനിക്ക് മരുമകളല്ല, എന്റെ മകള് തന്നെയാ. ഈ വീടിന്റെ മഹാലക്ഷ്മി.